ഗ്രീൻ ഓട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് മുന്നേ ഇലക്ട്രിക് വണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിലും മഹീന്ദ്ര ഇലക്ട്രിക് വണ്ടിയുടെ കാര്യത്തിൽ, ത്രീ വീലറിന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ബാക്കിൽ കയറുന്നു. കാരണം ഒരുപാട് പുതിയ വണ്ടികൾ, ബജാജ് ആണെങ്കിലും ടി വി എസ് ആണെങ്കിലും ബിയാഗി ആണെങ്കിലും ഇലക്ട്രിക് വണ്ടികൾ ഇറക്കിയപ്പോൾ നമ്മുടെ മഹീന്ദ്ര കുറച്ചൊന്ന് ബാക്കിലായോ എന്നൊരു സംശയം. പക്ഷേ അതിന് നല്ലൊരു പരിഹാരമായിട്ട് ഒരു പടി കൂടെ മുന്നിലോട്ട് വെച്ചിട്ട് നമ്മുടെ പുതിയ ഇലക്ട്രിക് വണ്ടി മഹീന്ദ്ര ഇറക്കിയിട്ടുണ്ട്. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്ത് നിന്ന് മഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ മുണ്ടുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മഹീന്ദ്രന്റെ ഷോറൂമാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള അത്യാവശ്യം വലിയൊരു ഷോറൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ മെയിൻ ഷോറൂമാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ മഹീന്ദ്രന്റെ ത്രീ വീലറിൽ ഓട്ടോയിൽ വരുന്ന ഇലക്ട്രിക് വണ്ടിയാണ് ഈ കാണുന്നത്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ മഹീന്ദ്രന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ആയ ഉഡോ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് മോഡലാണ്. പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇത് നിലവിൽ രജിസ്റ്റർ ആവാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്പറും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഷോറൂമിൽ തീരെ ഉപയോഗിക്കാത്ത വണ്ടി തന്നെയാണ്, ഫ്രഷ് വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു ഡിസൈനാണ്. അതേപോലെ നമ്മുടെ ഇതിന്റെ ഒരു ബോഡി കണ്ടാൽ തന്നെ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് എനിക്കൊന്നും കൂടെ ഒരു ഉറപ്പുള്ള ഒരു കരുത്തുറ്റ ബോഡി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് കാഴ്ചയിൽ. അപ്പോൾ ഇനി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ തന്നെ അറിയുന്നുണ്ടാവുള്ളൂ. അതേപോലെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ഒരു നല്ല വൃത്തിയുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു വണ്ടികളെ അപേക്ഷിച്ചിട്ട് ഇനി ഇതിനൊരു സെപ്പറേറ്റ് വുഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല വൃത്തിയിൽ തന്നെ അത് കാണുന്നുണ്ട്. പിന്നെ ഒരു 3 കളറിലാണ് നിലവിൽ വണ്ടി ഉള്ളത്. ഇത് ഗ്രേ കളറാണ്. ഇനി ബ്ലാക്കിൽ വരുന്നുണ്ട്. അതേപോലെ വൈറ്റ് ആൻഡ് ബ്ലൂ കൂടെ അങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ 3 കളറാണ് നിലവിലുള്ളത്. ബാക്കി ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ പറയാം, ഒരു ത്രീ വീലർ ഓട്ടോറിക്ഷ വണ്ടിയിൽ റിവേഴ്സ് ക്യാമറ കമ്പനി തന്നെ ഇൻബിൽറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ആദ്യത്തെ മോഡൽ എന്ന് തന്നെ ഇത് പറയാൻ പറ്റും. കാരണം മഹീന്ദ്രന്റെ ഈ ഒരു മോഡലാണ് എൻ്റെ അറിവിൽ ആദ്യമായിട്ട് റിവേഴ്സ് ക്യാമറ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അതേപോലെ ഒരു മ്യൂസിക് സിസ്റ്റവും കമ്പനി അവരുടെ ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിലവിൽ വണ്ടിയിൽ അത് ഉണ്ടായിരിക്കില്ല. നമുക്ക് എക്സ്ട്രാ അങ്ങനെ ഒരു സൗകര്യം കൂടെ അവർ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് ചെറിയ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. നോർമൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാവില്ല, നമ്മൾ എക്സ്ട്രാ ചെയ്യാൻ പറ്റും. അത് കമ്പനി തന്നെ ചെയ്യാനും പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതേപോലെ ഇതിന് വീൽ കാപ്പ് തന്നെ കമ്പനി നമുക്ക് അതുപോലെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ഒരു സീറ്റ് കവർ, അതേപോലെ മണി പൗച്ച്, ഇതെല്ലാം നമുക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ അതും കൂടി നമുക്ക് ഇതിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതിന്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഒരു ഡിക്കി വരുന്നത്. സിമ്പിൾ ആയിട്ട് തുറക്കാം. ഈ ഒരു ചാവി വെച്ചുകൊണ്ട് തുറന്നാൽ ഇതാണ് നമുക്ക് കാണുന്നത് ഇതിന്റെ ബാക്ക് ഫേസ്. ഇനി വേറെ ഒരു ഓപ്പണിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ സ്റ്റെപ്പിന് വരും. അതേപോലെ ഇതിന്റെ മുകളിലായിട്ട് ജാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബാറ്ററി, നമുക്ക് ലൈറ്റ് അതുപോലത്തെ വർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ബാറ്ററി. അതേപോലെ ഇത്ര കാര്യങ്ങളുള്ളൂ. ജാക്കി ഇതിന്റെ മുകളിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് വീൽ സ്പെൻഡറും കാര്യങ്ങളൊക്കെ ഇത്രയും സംഭവമാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു വണ്ടിയുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 11.7 കിലോ വാട്ടിന്റെ 48 വോൾട്ട് വരുന്ന ബാറ്ററിയാണ് കമ്പനി ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ ഇന്റീരിയർ നമുക്ക് കാണിച്ചു തരാം. ഈ ഒരു ഡോർമ തന്നെ ജസ്റ്റ് ഈ ഡോർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിൽ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ, അതേപോലെ നല്ലൊരു ഡിസൈനിൽ അതിന്റെ ഡോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് ചെയ്യുന്നതല്ല, ഒരു കാറിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു സെറ്റപ്പിൽ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു മാറ്റ് കമ്പനി കൊടുക്കുന്നുണ്ട്. നോർമൽ മാറ്റാണ് അത്. അത്യാവശ്യം സ്പേസസ് ആയിട്ട് നമുക്ക് കാലൊക്കെ നല്ല രീതിയിൽ നീട്ടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റാണ്, അല്ല ഒരു സ്പേസ് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സീറ്റിന്റെ പ്രത്യേകം പറയണം. കാരണം ഭയങ്കര സോഫ്റ്റ് ഉള്ള ഒരു സീറ്റ്. ഞാൻ മറ്റു വണ്ടികളിലൊന്നും ഇത്ര സോഫ്റ്റ് ഉള്ള ഒരു സീറ്റ് കണ്ടിട്ടില്ല. ഡ്രൈവർ സൈഡിലാണെങ്കിലും ആ ഒരു സോഫ്റ്റ്നെസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇരിക്കാം. ഇനി ഇതിൽ വേറൊരു സീറ്റിന് ഒന്നും ചെയ്യണ്ട. കാരണം നല്ല ചെറിയ ലുക്കിൽ തന്നെ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ചെറിയൊരു ഡിക്കി സ്പേസ് കൊടുത്തിട്ടുണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. വണ്ടിക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സീറ്റിന്റെ ഡ്രൈവർ സീറ്റിന്റെ താഴെ ആയിട്ട് തന്നെ ആ ഒരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും ഡയറക്റ്റ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഇതിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നത്. ഈ ഒരു ക്യാപ്പ് ഊരിയാലും നമുക്ക് കാണാം. 60 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നുണ്ട്. 200 കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ച് കിട്ടുന്നുണ്ട്. 200 എന്തായാലും കിട്ടുന്നതാണ് കമ്പനി വാദിക്കുന്നത്. അതേപോലെ 0 to 100 5.25 മണിക്കൂർ, 5 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ടും ഫുൾ ചാർജ് ആവുന്ന കമ്പനി പറയുന്നുണ്ട്. വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഡ്യുവൽ ഫോർക്ക് സപ്പോർട്ട് വരുന്ന ഷോക്ക് അബ്സോർബർ ആണ്. അതേപോലെ ബാക്കിൽ 2 വീലിനും കൊടുത്തിട്ടുള്ളത് സാധാ ഹൈഡ്രോളിക് സസ്പെൻഷനുമാണ്. അതുപോലെ തന്നെ 215 mm ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹൈറ്റ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമായിട്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും വെള്ളവും കാര്യങ്ങളൊന്നും തെറിക്കൂല. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലാണ്. പ്രത്യേകം പറയാനുള്ള നല്ലൊരു സ്പേസ് ഡ്രൈവർക്കാണെങ്കിലും കൊടുക്കുന്നുണ്ട്. ബൂട്ട് സ്പേസ് ഒക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി. നല്ലോണം കാലൊക്കെ നീട്ടി സുഖമായിട്ട് ഇരുന്ന് പോവാം. നമുക്ക് ഇവിടെ പെഡലായിട്ട് വരുന്ന ആകെ ഈ ഒരു ബ്രേക്കിന്റെ ഒരു പെഡൽ മാത്രമേ ഉള്ളൂ. അതേപോലെ ഒരു ബോട്ടിൽ ഹോൾഡർ കമ്പനി ഇൻബിൽറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. പറയുകയാണെങ്കിൽ ഒരു ടോപ്പ് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. വൈപ്പർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും സ്വിച്ചുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ബീമും ഡിമ്മും ഒക്കെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് ഹോൺ ഇവിടെ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹെഡ്ലൈറ്റ് ഡിം പവറിന്റെ ആണിത്. അതേപോലെ
ഇത് നമുക്ക് ഡ്രൈവിംഗ് സെറ്റ് ചെയ്യുന്ന ബട്ടണുകളാണ്. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് 3 ഓപ്ഷന്. അതേപോലെ നമുക്ക് ഇതിന് 3 മോഡാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പവർ മാക്സിമം കിലോമീറ്റർ എന്ന് പറയുന്നത് 55 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകും. അതിന് ഓരോ മോഡുണ്ട്. ആ 3 മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടണാണ്. ഇത്രയാണ് കമ്പനി ഈ ഒരു ഇതിൽ സെറ്റപ്പിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കീ പോർട്ട് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. പിന്നെ ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേ നോക്കി നമുക്ക് അതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു ഡിസ്പ്ലേ. ഞാൻ കീ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. എന്തൊരു ഭംഗിയിലാണല്ലേ ചെയ്തു വെച്ചിട്ടുള്ള, കളർഫുൾ ആയിട്ട് നല്ലൊരു ഡിസ്പ്ലേ മഹീന്ദ്ര ഈ ഒരു വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് ബാറ്ററി ചാർജ് ഇവിടെ കാണുന്നുണ്ട്, കിലോമീറ്റർ റേഞ്ച്, പിന്നെ നമുക്ക് ബാലൻസ് എത്ര കിലോമീറ്റർ ഓടാന്നുള്ള ഒരു റേഞ്ചാണ് ഈ 200 എന്ന് പറഞ്ഞ് കാണുന്നത്. അതേപോലെ ഇവിടെ സ്പീഡായിട്ട് കാണും, പിന്നെ എത്ര കിലോമീറ്റർ നമ്മൾ നിലവിൽ ഓടി എന്നുള്ള ഒരു സംഭവം കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഈ വണ്ടി നമ്മൾ കീപ്പ് ഓണാക്കി, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. വണ്ടി ഇനി വേറെ നമുക്ക് സെപ്പറേറ്റ് സ്റ്റാർട്ടിംഗ് ഒന്നും ചെയ്യാനില്ല. അതേപോലെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രേക്ക് എപ്പോഴും ചവിട്ടി പിടിക്കണം, എങ്കിലേ ഇതിൻ്റെ മോഡ് മാറുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. കാരണം ഇത് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇട്ട പഠനാണ്ട് വണ്ടി പോയി എന്ന് വരും. അതിനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് കാലെടുത്താൽ തന്നെ ഈ വണ്ടി മൂവ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം ഡീൽ കിട്ടിയതിന് ശേഷം ഈ ഒരു ബട്ടൺ അമർത്തിയാൽ നമുക്കിവിടെ മോഡ് മാറുന്നത് കാണാം. റൈഡ് മോഡ്, റേസ് മോഡ്, ഇങ്ങനെ 3 മോഡുകളുണ്ട്. റേഞ്ച് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു 20-25 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ ഒരു നോർമൽ റണ്ണിങ്ങിനുള്ള ഒരു മോഡാണത്. അതേപോലെ രണ്ടാമത്തെ മോഡ് എന്ന് പറയുന്നത് റൈഡ് മോഡ്. നമ്മളൊരു ഓവർടേക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു മോഡിൽ ഇട്ടിട്ട് ചെയ്താൽ ഒന്നുകൂടെ പവർ ഉണ്ടാവും വണ്ടിക്ക്. അതും കഴിഞ്ഞാൽ നമുക്ക് റേസ് മോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് പുള്ളിങ് കിട്ടുന്ന ഒരു സ്പീഡാണത്. 55 കിലോമീറ്ററോളം മാക്സിമം സ്പീഡ്. ആ ഒരു സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു സംഭവം ഉപയോഗിക്കാവുന്നതാണ്. അത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ ന്യൂട്രൽ, അത് കഴിഞ്ഞാൽ റിവേഴ്സ് ഇട്ടാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് ബ്രേക്ക് നിർത്താൽ തന്നെ വണ്ടി മൂവ് ആവുന്നുണ്ട്. നമുക്കിവിടെ കാണാം ഒരു ചെറിയൊരു ബീപ്പ് സൗണ്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ വണ്ടിക്ക് വരുന്നത്. ഇനി നമ്മൾ നിർത്തുമ്പോൾ ചെയ്യേണ്ട കാര്യം മെയിനായിട്ട് ബ്രേക്ക് പിടിക്കുക, ഹാൻഡ് ബ്രേക്ക് വലിക്കുക, കീ ഓഫ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡ്രൈവർ സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡാഷ്ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, മിററൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം കൂടെ ഉണ്ടല്ലോ, കമ്പനിയുടെ വാറണ്ടി. മഹീന്ദ്ര വണ്ടിക്ക്, ഈ ഒരു വണ്ടിക്ക് കമ്പനി കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് 1.5 ലക്ഷം കിലോമീറ്റർ ആണ്. അതല്ലെങ്കിൽ 6 വർഷം. ഇതിൽ ഏതാണോ നേരത്തെ വരുന്നത് അതോടെ വാറണ്ടി കഴിയും. അപ്പോൾ 6 വർഷത്തോളം നമ്മൾ 1.5 ലക്ഷം കിലോമീറ്റർ ആയിട്ടില്ലെങ്കിൽ അതിന് വാറണ്ടി ഉണ്ടാവും. അതല്ല 1.5 ലക്ഷം കിലോമീറ്ററാണ് ആദ്യം ആവുന്നത് വരുന്നെങ്കിൽ ആ ഒരു സമയം വരെ കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു സംഭവം കൂടെ കാണിക്കാനുണ്ട്. നമുക്ക് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു ചാർജിംഗ് പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, 12 വോൾട്ടിൻ്റെ. നമുക്ക് അതിൽ വേണമെങ്കിൽ മറ്റേ സിസർ വലിക്കാനുള്ള ഒരു സംഭവം ഒക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ ഹെഡ്ലൈറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, നല്ലൊരു ഭംഗിയിൽ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഈ ഒരു ഷേപ്പിന് പറ്റിയ നല്ലൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കമ്പനിയുടെ എക്സ്ട്രാ കിറ്റിൻ്റെ ഒരു കാര്യമാണ് പറയാനുള്ളത്. അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അതിൽ വരുന്നത് നമുക്കിവിടെ ഒരു മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. അതേപോലെ സീറ്റ് കവർ എക്സ്ട്രാ കമ്പനി തരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും ബാക്ക് സീറ്റ് ആണെങ്കിലും അത് കമ്പനി തരുന്നുണ്ട്. അതുപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, വീൽ കപ്പ് വരുന്നുണ്ട്. ഇത്രയും എക്സ്ട്രാ ഫിറ്റിങ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആ കിറ്റിന് ടോട്ടൽ വരുന്നത് ക്യാമറ അടക്കം വരുന്നത് 17,000 രൂപകളാണ്. പിന്നെ നമുക്ക് അതിൽ ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനുള്ള എമൗണ്ടിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 17,000 സംതിങ് വരുന്നുണ്ട്, ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ വണ്ടിക്ക് ഇനി ചോദിക്കുന്ന വണ്ടിയുടെ മെയിൻ കാര്യം വണ്ടിയുടെ റേറ്റ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 3,97,000 സംതിങ് വരുന്നുണ്ട്. ഏകദേശം ഒരു 4 രൂപയുടെ അണ്ടറിൽ വരും. അത് ചെറിയ റേറ്റ് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ വരുന്ന സമയത്തിനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം റേറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മഹീന്ദ്രൻ്റെ ഉഡോ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. അപ്പോൾ ഈ ആരെങ്കിലും വണ്ടി എടുക്കാനോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക. അതേപോലെ നമ്മുടെ ഈ ഒരു ഷോറൂം ലൊക്കേഷൻ പറഞ്ഞത് മലപ്പുറം ടു മഞ്ചേരി പോകുന്ന റൂട്ടിൽ മുണ്ടുപറമ്പ് എന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ യാർഡ് എടുക്കുന്നുണ്ട്. സർവീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് ചെയ്യുന്നത്. മഹീന്ദ്രൻ്റെ ഈ മോഡലിൻ്റെ മുന്നിലുള്ള വണ്ടികളാണ് അവിടെ കാണുന്നത്, ആ നീല വൈറ്റ് ആയിട്ട് വരുന്നത്. ആ സെയിം പെയിൻറ്റിലും ഇപ്പോൾ ഈ വണ്ടികളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ചോയ്സ് ഉണ്ട് കളർ, അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.